ഓക്കെ ഗൈസ്, ഐ ബാക്ക് വിത്ത് അനദർ വീഡിയോ. സോ നമ്മളിന്ന് വീഡിയോ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എമ്പുരാൻ സിനിമ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെ ഉണ്ടെന്നാണ് നോക്കാൻ പോകുന്നത്. യെസ്, ലൂസിഫർ 2 എമ്പുരാൻ ഇന്ന് റിലീസായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ പോയി പടം കണ്ടു. എന്നിട്ട് വീഡിയോ ചെയ്യാനുള്ള പ്ലാനൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറേ പേരൊന്നും ചോദിക്കുന്നുണ്ടായിരുന്നു സിനിമ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ സിനിമ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് എങ്ങനെ അത് വർക്കായി എന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടും അതുപോലെ തന്നെ എൻ്റെ കസിനുമായിട്ടാണ് പോയത് സിനിമ കാണാനായിട്ട്. അപ്പോൾ തിയേറ്ററിൽ വന്നിട്ട് ഞാൻ ഇടയ്ക്ക് എപ്പോഴും അവൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അടിച്ചുവിടാൻ പറ്റുമോ എന്ന് വെച്ചിട്ട്. പിന്നെ അതുപോലെ തന്നെ പോകാമോ, വീട്ടിൽ പോകാമോ എന്ന് പറഞ്ഞിട്ടൊക്കെ ചോദിച്ചായിരുന്നു. പക്ഷേ സിനിമ അടിപൊളിയാണ്, എനിക്കിഷ്ടമായി. എന്തുകൊണ്ടങ്ങനെ ചോദിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂറോളം ഉണ്ട് ഈ സിനിമ. രണ്ട് മണിക്കൂർ 47 മിനിറ്റ് എന്താണ്. പിന്നെ ക്രെഡിറ്റ്സ് എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു 3 മണിക്കൂറോളം സിനിമ ഉണ്ടെന്നത് ഓൾറെഡി പൃഥ്വിരാജ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ 3 മണിക്കൂറിൻ്റെ ആവശ്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 2.5 മണിക്കൂർ 2.25 മണിക്കൂർ ഒക്കെ മതിയാവുമെന്ന് തോന്നുന്നു. കാരണം ഇതിനകത്ത് കുറേ ലാഗുണ്ട്, കുറേ ക്ലിപ്സ് ഭയങ്കര സ്ലോ മോഷനാണ്. റിപ്പീറ്റ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും, സ്ലോ മോഷൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇപ്പം തീരൂലേടാ. പ്രത്യേകിച്ച് ഈ ഫൈറ്റ് സീക്വൻസിനകത്താണെങ്കിൽ എന്തിങ്ങനെ ഇത് നീണ്ടു പോകണമെന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചായിരുന്നു. ഞാനൊരു ചോദിച്ചായിരുന്നു പോകുമോ, വീട്ടിൽ പോകുമോ എന്ന് വെച്ചിട്ട്. കാരണം അതേപോലെ കുറേ സ്ലോ മോഷനൊക്കെ ഇങ്ങനെ വലിച്ചു നീട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ അതിനെയൊക്കെ ഒന്ന് കുറച്ചിരുന്നെങ്കിൽ ഒരു ഫുൾ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ളൊരു പടമായിട്ട് അങ്ങ് പോയിരുന്നു. പിന്നെ തിരക്കഥയ്ക്കകത്തൊക്കെ പ്രശ്നം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ലൂസിഫർ തന്ന അതേ ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ ഒരു സിനിമയിൽ തന്നു. ഞാനൊരു മമ്മൂട്ടി ഫാനാണ്. ഹോൺ അടിക്കരുത്. എനിക്ക് ലൂസിഫർ തന്ന ആ ഒരു ഫീൽ എനിക്ക് എമ്പുരാനിലും കിട്ടി. ഏകദേശം അതേ ഒരു പാറ്റേണിൽ തന്നെയാണ് സിനിമ പോകുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു നറേഷൻ സ്റ്റൈല് എന്ന് പറഞ്ഞിട്ട് പൃഥ്വിരാജിൻ്റെ ഒരു നറേഷൻ സ്റ്റൈല്, പൃഥ്വിരാജിൻ്റെ ആ ഒരു സയ്യിദ് മസൂദ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി, പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ എന്താണ്, അത് എങ്ങനെയാണ് മോഹൻലാലായിട്ട് വന്നത്, ആ ഒരു സ്റ്റോറി, അത് എങ്ങനെ ഇപ്പം കേരള രാഷ്ട്രീയത്തിൽ പ്രശ്നമായിട്ട് നിൽക്കുന്നു, അതിനുള്ള ഒരു സൊല്യൂഷനൊക്കെയാണ് ഈ സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് നമ്മൾ ലൂസിഫറിൽ കണ്ടു തീർത്ത് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടു തീർത്ത് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും സ്റ്റീഫൻ നെടുമ്പള്ളി ഖുറേഷി അബ്രഹാം ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ആരാണ് ഖുറേഷി അബ്രഹാം എങ്ങനെയായി എന്നതൊക്കെ ഈ സിനിമയ്ക്കകത്ത് കാണിച്ചു തന്ന് പോകുന്നതാണ് എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ. അപ്പോൾ ഇതിൻ്റെ മെയിൻ പിക്ചർ വരാൻ പോകുന്നത്, പിന്നെയും വണ്ടി ഹോൺ അടിക്കല്ല, ഓക്കെ, ഇതിൻ്റെ മെയിൻ സംഭവം വരാൻ പോകുന്നത് എന്തായാലും അടുത്ത പാർട്ടിലായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഹിൻ്റൊക്കെ ഇങ്ങനെ കാണിച്ചാണ് ലാസ്റ്റ് ഈ സിനിമ നിർത്തുന്നത്. അപ്പോൾ എനിക്ക് ഈ സിനിമ പേഴ്സണലി വർക്കായി. എനിക്ക് ആ ഒരു 2.5-3 മണിക്കൂറോളം ഞാൻ സിനിമ നല്ലപോലെ എൻജോയ് ചെയ്ത് നിങ്ങൾ കണ്ടത്. പ്രത്യേകിച്ച് ആ ഒരു സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ട് വരുന്ന ആ ഒരു സംഭവമൊക്കെ കൊള്ളാം. പിന്നെ ദീപക് ദേവിൻ്റെ മ്യൂസിക് പലർക്കും ഇഷ്ടമായില്ലെന്ന് പറയുന്നുണ്ട്. എനിക്ക് അത് വർക്കായി. ഇടയിലൊക്കെ ഒരു ക്ലാസ് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഭയങ്കര ടപ്പാങ്കുത്തായിട്ടൊക്കെ വരുന്ന ഒരു BGM-നേക്കാളും തമിഴിൽ വരുന്ന ആ ഒരു മാസ് എലമെൻസിനേക്കാളും ഒരു ക്ലാസ് ആയിട്ട് പോകുന്നത് നല്ല രസമുണ്ട്. നമ്മളൊരു ഹോളിവുഡ് സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് ഇടയിലൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ അത് വർക്കാവാതെ ഇരുന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് അഭിനയിച്ച എല്ലാവരും നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. സുരാജ് ചേട്ടനാണെങ്കിലും സുരാജ് സീരിയസ് ക്യാരക്ടറായിട്ട് വന്നിട്ട് ചെറിയൊരു കോമഡിയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് ലാസ്റ്റ്. അതുപോലെ തന്നെ ബൈജു ചേട്ടനാണെങ്കിലും നമ്മൾ ലൂസിഫറിൽ അവിടെ കണ്ടു നിർത്തി അതേപോലത്തെ ഒരു ബോഡി ലാംഗ്വേജിൽ പുള്ളിക്കാരൻ വന്നിട്ട് ആദ്യത്തെ സീനിൽ തന്നെ തగ్గടിച്ച് തുടങ്ങുകയാണ്. അപ്പോൾ ബൈജു ചേട്ടൻ ഇതിനകത്ത് അടിപൊളിയായിരുന്നു. ഇതിനകത്ത് അഭിനയിച്ച എല്ലാവരും, പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് എനിക്ക് മഞ്ജു വാര്യറിനെ ഈ അടുത്തായിട്ടൊക്കെ പല സിനിമകളിലും എനിക്കത്ര വർക്കായില്ലായിരുന്നു. അസുരനിൽ കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ നമ്മുടെ ഇത് കണ്ടില്ല, അയ്യോ, നമ്മുടെ വിജയ് സേതുപതിയും സൂര്യയൊക്കെയുള്ള സിനിമ ഉണ്ടല്ലോ, വിടുതലൈ 2 ഞാൻ കണ്ടില്ല. അപ്പോൾ അതിനകത്ത് മഞ്ജു വാര്യർ ഉണ്ട്, എങ്ങനെയാണെന്ന് ഞാൻ കണ്ടില്ല, എനിക്കറിയില്ല. പക്ഷേ ഇതിനകത്ത് മഞ്ജു വാര്യർ അടിപൊളി ആക്ടിങ് ആണെങ്കിലും ആ ഒരു സ്ക്രീൻ പ്രസൻസ് ആണെങ്കിലും എല്ലാം നല്ലപോലെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും, ടൊവിനാണെങ്കിലും ഇതിനകത്ത് അഭിനയിച്ച എല്ലാവരും നല്ലപോലെ അവരുടെ വർക്ക് അവർ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. അതിപ്പം സിനിമോട്ടോഗ്രാഫി ആണെങ്കിലും നമുക്ക് ഹോളിവുഡ് സ്റ്റൈലിലുള്ള സിനിമോട്ടോഗ്രാഫിയൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റി. അപ്പോൾ നമ്മളൊരു മലയാള സിനിമയെ പ്രൊമോട്ട് ചെയ്യുക. നമ്മളിപ്പോൾ KGF-ഉം സലാറും RRR അതുപോലെ തന്നെ ബാഹുബലിയും ഇതൊക്കെ മാത്രം നമ്മൾ സപ്പോർട്ട് ചെയ്താൽ നമ്മുടെ മലയാളത്തിൽ നിന്നൊരു സിനിമ വരുമ്പോഴത്തേക്കും നമ്മൾ പല ആൾക്കാരും അതിനെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കാതെ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുക.
കാരണം നമ്മുടെ മലയാളത്തിലെ ഒരു കൾച്ചറൊക്കെ വെച്ചിട്ടുള്ളൊരു കഥയെ നമുക്കിവിടെ ചെയ്യാൻ പറ്റൂ. അതിന് കുറച്ച് ബാക്ക് സ്റ്റോറിയൊക്കെ കൊടുത്തിട്ടൊരു കഥ, അത്രേ നമുക്കിവിടെ ചെയ്യാൻ പറ്റൂ. അല്ലാതെ നമുക്കിവിടെ പോയിട്ട് നമുക്കിവിടെ സലാർ പോലത്തെ ഒരു സിനിമയോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ വേണമെങ്കിൽ ഇപ്പം RRR അവിടെ എടുത്തു, നമുക്ക് അതുപോലത്തെ ഒരു പടം ഇവിടെ ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ പഴശ്ശിരാജ പോലത്തെ ഒരു സിനിമ വേണമെങ്കിൽ ചെയ്യാം. അപ്പം അതാണ് ഇവിടെ ഇവിടത്തേക്ക് വ്യത്യാസം. നമ്മളതുകൂടെ മനസ്സിലാക്കുക. നമ്മുടെ സിനിമയെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ പൃഥ്വിരാജിൻ്റെ ഡയറക്ഷൻ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ബാക്കി ഇപ്പം സ്റ്റൺ സിൽവ ആണെങ്കിലും ഇതുപോലെ ആർട്ട് വർക്കാണെങ്കിലും അതെല്ലാം കൂടുതലും സ്ഥലത്ത് പോയിട്ടാണ് അവർ ചെയ്തത്. എന്തായാലും അവിടെയുള്ള ആർട്ട് വർക്കൊക്കെ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെയും ബൈക്ക് സാധാരണ വീഡിയോ ചെയ്തിരിക്കുമ്പോൾ ഇതുവഴി ബൈക്കൊന്നും പോകില്ല കേട്ടോ. വീഡിയോ ചെയ്യുമ്പോൾ മാത്രമേ ബൈക്ക് പോകും. അപ്പോൾ എനിക്ക് സിനിമ വർക്കായി. നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. നമ്മുടെ ഒരു മലയാളം സിനിമ വരുമ്പോഴത്തേക്കും നമ്മളത് സപ്പോർട്ട് ചെയ്യുക. തിയേറ്ററിൽ തന്നെ പോയി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നത് നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിനകത്ത് വന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞിട്ടാണ് പോയി കാണുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയി കാണണ്ട. പക്ഷേ നിങ്ങൾ കണ്ടാൽ അത് നിങ്ങൾക്ക് ഓർത്തി തന്നെയാണ്. എന്തായാലും നിങ്ങളുടെ പൈസ നഷ്ടമായി എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വരില്ല. നിങ്ങൾക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടും. ഒരു ക്വാളിറ്റി പടം കണ്ടതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്പോൾ ലൂസിഫർ 2 എമ്പുരാൻ തിയേറ്ററിൽ തന്നെ പോയി കാണുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിനകത്ത് അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എമ്പുരാൻ എനിക്ക് വർക്കായി, നിങ്ങൾക്ക് വർക്കായോ ഇല്ല എന്നത് നിങ്ങൾ കണ്ടിട്ട് പറയുക. ഓക്കെ, ബൈ.